സ്മാർട്ട് ഫോണുകൾ പല രീതിയിൽ പുറത്തിറക്കാറുണ്ട്. ഒന്ന്, വിൽക്കുന്ന ബ്രാൻഡിന് ലാഭം കിട്ടുന്ന രീതിയിൽ. രണ്ട്, വിൽക്കുന്ന കടകൾക്ക് ലാഭം കിട്ടുന്ന രീതിയിൽ. മൂന്ന്, വാങ്ങുന്ന കസ്റ്റമേഴ്സിന് ലാഭം കിട്ടുന്ന രീതിയിൽ. പക്ഷേ ഈ മൂന്നാമത് വരുന്ന വാങ്ങുന്ന കസ്റ്റമേഴ്സിന് ലാഭം കിട്ടുന്ന രീതിയിൽ പുറത്തിറക്കുന്ന സ്മാർട്ട് ഫോണുകളുടെ എണ്ണം വളരെ കുറവ് തന്നെയാണ്. നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഒരു 25,000 രൂപ റേഞ്ചിൽ നമുക്ക് ഇത്തരത്തിൽ വാങ്ങുന്ന കസ്റ്റമേഴ്സിന് ലാഭം കിട്ടുന്ന രീതിയിൽ വാങ്ങാവുന്ന ഒരു 5 സ്മാർട്ട് ഫോണുകളാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് വാങ്ങാവുന്ന വാല്യൂ ഫോർ മണി എന്ന് വിളിക്കാവുന്ന ചില സ്മാർട്ട് ഫോണുകൾ. നമുക്കറിയാം ഇപ്പോൾ മിക്ക സ്മാർട്ട് ഫോണുകളുടെയും പ്രൈസ് ഒക്കെ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല അതിനെപ്പറ്റി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ. എന്തായാലും 25,000 രൂപ പ്രൈസ് റേഞ്ചിലെ ഏറ്റവും മികച്ച 5 സ്മാർട്ട് ഫോണുകൾ ആദ്യം പറയാനുള്ളത് പോക്കോ പുറത്തിറക്കിയിരിക്കുന്ന പോക്കോ X7 Pro 5G എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 6.67 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷൻ ഉള്ള AMOLED ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. 3200 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. MediaTek Dimensity 8400 Ultra എന്ന പ്രോസറാണ്. ഇതിന് ഏകദേശം 1.9 മില്യൺ ANTUTU സ്കോർ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന ഈ സ്മാർട്ട് ഫോണുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ANTUTU സ്കോർ വരുന്ന ഒരു സ്മാർട്ട് ഫോൺ കൂടിയാണിത്. അതുപോലെ IP68, 69 റേറ്റിംഗ് ഇതിനുണ്ട്. 6550 mAh ബാറ്ററി, 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട്, ചാർജർ ബോക്സിനോടൊപ്പം ഉണ്ട്. 50 MP പ്രൈമറി ക്യാമറ, 8 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 20 MP സെൽഫി ക്യാമറ തുടങ്ങിയവയാണ് ഈ ഒരു ഫോണിന്റെ പ്രത്യേകത. 8GB RAM 256GB ആണ് സ്റ്റാർട്ടിംഗ് വേരിയന്റ്. പ്രൈസ് വന്നിട്ട് 23,999 രൂപയാണ്. ഫ്ലിപ്കാർട്ടിൽ ഏകദേശം 17,925 പേർ ചേർന്നുകൊണ്ട് 4.3 സ്റ്റാർ റേറ്റിംഗ് നേടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബേസ് വേരിയന്റ് പോലും 256GB ഇന്റർണൽ സ്റ്റോറേജ് ആണെന്നുള്ളതും പ്രത്യേകതയാണ്. ഇന്ന് നമ്മൾ ഇനി പറയാൻ പോകുന്ന പല ഫോണുകളിലും ഈ പറഞ്ഞ പോലെ ബേസ് വേരിയന്റ് 8GB 128 മാത്രമാണ്. അതും ഈ ഒരു ഫോണിന്റെ പ്രത്യേകതയാണ്. അപ്പോൾ പോക്കോ എന്ന് പറയുമ്പോൾ പലരും ഇടയ്ക്ക് വെച്ച് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പോക്കോ X7 Pro 5G എന്ന് പറയുന്ന ഈ ഒരു ഫോൺ നല്ല വാല്യൂ ഫോർ മണി ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. ഗെയിമിങ്ങിനൊക്കെ ബെസ്റ്റ് ആണ്. നല്ല പെർഫോമൻസ് ഉണ്ട്. ക്യാമറ എല്ലാം കൊള്ളാവുന്ന ഒരു ഫോൺ തന്നെയാണ്. അടുത്തായിട്ട് പറയാനുള്ളത് IQ Neo 10R എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. നിങ്ങളിപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാണ്, ഈ പറയുന്ന ഫോണുകൾ നോക്കി അധികം പുതിയ ഫോണുകളൊന്നുമല്ല. കാര്യം ഇപ്പോൾ അണ്ടർ 25,000 പുതിയ നല്ല ഫോണുകളൊന്നും നിങ്ങളോട് പറയാൻ ഇല്ലാത്തതുകൊണ്ടാണ് പഴയ ഫോണുകൾ തന്നെ വീണ്ടും പറയേണ്ടി വരുന്നത് എന്നുള്ളതാണ് അവസ്ഥ. എന്തായാലും IQ Neo 10R ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 6.78 ഇഞ്ചിന്റെ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. 1.5K റെസൊല്യൂഷൻ ഉണ്ട്. AMOLED ഡിസ്പ്ലേ ആണ്. 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. Snapdragon 8s Gen 3 എന്ന് പറയുന്ന പ്രോസറാണ്. ANTUTU സ്കോർ വന്നിട്ട് ഏകദേശം 1.7 മില്യൺ വരുന്നുണ്ട്. 6400 mAh ബാറ്ററി, 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ്, 50 MB പ്രൈമറി, 8 MB അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 32 MP സെൽഫി സെൻസർ, 8GB 128 വില എന്ന് പറയുന്നത് 24,300 രൂപയാണ്. ഫ്ലിപ്കാർട്ടിൽ ഏകദേശം 4.5 ആണ് ഇതിന്റെ ഒരു റേറ്റിംഗ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ ഗെയിമിംഗ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഫോൺ നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, പറയാതെ തന്നെ അറിയാം IQ Neo 10R ഒരുപാട് പേർ മേടിച്ചൊരു ഫോണുമാണ്. ഇപ്പോഴും നല്ല ഒരു ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ആയിട്ട് തന്നെ നിലകൊള്ളുന്ന ഒരു ഫോണുമാണ്. BGM ഒക്കെ ഹയർ റിഫ്രഷ് റേറ്റിൽ നമുക്ക് കളിക്കാമെന്നുള്ളതാണ് ഈ ഒരു ഫോണിന്റെ പ്രത്യേകത. അടുത്തത് മൂന്നാമത് പറയാനുള്ള ഫോൺ എന്ന് പറയുന്നത് Realme 14 Pro Plus ആണ്. അപ്പോൾ ഈ ഒരു ഫോണിന്റെയും ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കൂ. ഇപ്പോൾ 2 ജനറേഷൻ അത് കഴിഞ്ഞ് ഇറങ്ങി. Realme 15 സീരീസും ഇറങ്ങി, Realme 16 സീരീസും ഇറങ്ങി. അതിൽ നിന്നൊന്നും ഒരു നല്ല ഫോൺ ഈ പറഞ്ഞ അണ്ടർ 25,000 പറയാനില്ലാത്തതുകൊണ്ടാണ് ഇപ്പോഴും 14 Pro Plus പറയേണ്ടി വരുന്നത്. അത് നല്ല ഫോൺ തന്നെയാണ് ഇപ്പോഴും. 6.83 ഇഞ്ചിന്റെ 1.5K AMOLED ഡിസ്പ്ലേ ആണ്. ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോൺ. അപ്പോൾ എല്ലാവർക്കും ഒന്നും ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ഒരു പക്ഷേ ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ഇഷ്ടമുള്ളവർ ഈ ഒരു ഫോൺ തീർച്ചയായിട്ടും പരിഗണിക്കാം. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. 1500 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ്, IP68, 69 റേറ്റിംഗ് ഉണ്ട്. Snapdragon 7s Gen 3 പ്രോസറാണ്. ANTUTU സ്കോർ വന്നിട്ട് ഏകദേശം 1.1 മില്യൺ ഉണ്ട്. 6000 mAh ബാറ്ററി ഉണ്ട്. 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഉണ്ട്. 50 MP ഒരു പ്രൈമറി ക്യാമറ, 8 MP ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 50 MP ഒരു പെരിസ്കോപ്പിക് സെൻസർ ഉണ്ട് എന്നുള്ളത് ഇതിന്റെ ഒരു വലിയൊരു ഹൈലൈറ്റ് ആണ്. സാധാരണ ഈ പ്രൈസ് പോയിന്റിൽ അങ്ങനെ ഇപ്പോൾ അധികം ഫോണുകളിൽ പെരിസ്കോപ്പിക് സെൻസർ ഇല്ല. ഇതിൽ പെരിസ്കോപ്പിക് സെൻസർ ഉണ്ട്. 32 MP സെൽഫി സെൻസർ ഉണ്ട്. 8GB RAM 256 ആണ് ഇതിന്റെ ഒരു ബേസ് വേരിയന്റ്. പോക്കോ X7 Proയിൽ പറഞ്ഞതുപോലെ ഇതിന്റെ വില 25,999 രൂപയാണ്. ഫ്ലിപ്കാർട്ടിൽ ഇതുവരെ 21,915 പേർ ചേർന്ന് 4.4 റേറ്റിംഗ് ഉണ്ട്. നല്ല റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ ക്യാമറയ്ക്കും ഒരു മൾട്ടിമീഡിയ കൺസംഷനും ഒക്കെയാണ് നിങ്ങളൊരു ഫോൺ നോക്കുന്നതെങ്കിൽ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് എന്ന നിലയിൽ ഈ ഒരു ഫോൺ നല്ലത് തന്നെയാണ്. അടുത്തതും റിയൽമിയുടെ തന്നെ ഒരു സ്മാർട്ട് ഫോണാണ്. Realme P3 Ultra എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. അപ്പോൾ ഇതിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് 6.83 ഇഞ്ചിന്റെ AMOLED ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇതും ക്വാഡ് കർവ് ഡിസ്പ്ലേ തന്നെയാണ്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. IP68, 69 റേറ്റിംഗ് ഉണ്ട്. MediaTek Dimensity 8350 Ultra എന്ന് പറയുന്ന പ്രോസസർ. ANTUTU സ്കോർ വന്നിട്ട് ഏകദേശം 1.6 മില്യൺ ഉണ്ട്. 6000 mAh ബാറ്ററി, 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട്, ചാർജർ ബോക്സിലുണ്ട്. 50 MP പ്രൈമറി ക്യാമറ, 8 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 16 MP സെൽഫി സെൻസർ എന്നിവയുണ്ട്. 8GB RAM 128GB ആണ് സ്റ്റാർട്ടിംഗ് വേരിയന്റ്. വില 25,999 രൂപയാണ്. ഫ്ലിപ്കാർട്ടിൽ ഏകദേശം 21,069 പേർ ചേർന്ന് 4.4 ആണ് റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. P3 Ultrയും കുഴപ്പമില്ലാത്ത ഈ പ്രൈസ് പോയിന്റിൽ വാങ്ങാവുന്ന വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. അടുത്തായിട്ട് ലാസ്റ്റ് സ്മാർട്ട് ഫോൺ ആണ്, 5ാമത്തെ സ്മാർട്ട് ഫോൺ. നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോയുടെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നിരവധി ഫോണുകൾ പരിശോധിച്ച് നോക്കി. അപ്പോൾ ഈ പ്രൈസ് പോയിന്റിലൊക്കെ നിങ്ങൾക്ക് ഇപ്പം തന്നെ ചിലരും ചോദിക്കും, ആ ഫോൺ ഇല്ലേ ഈ പ്രൈസ് പോയിന്റ്, അല്ലെങ്കിൽ ഇന്ന ഫോൺ ഇല്ലേ എന്നൊക്കെ ചിലപ്പോൾ കമന്റ് എഴുതി
ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ചോദിക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന ഫോണുകൾ തീർച്ചയായിട്ടും ഈ പ്രൈസ് പോയിന്റിൽ AMOLED ഡിസ്പ്ലേ ഉണ്ടായിരിക്കണമെന്ന് നിബന്ധന പാലിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റീരിയോ സ്പീക്കറുകൾ ഉണ്ടായിരിക്കണം എന്നൊരു നിബന്ധന പാലിച്ചിട്ടുണ്ട്. NFC സപ്പോർട്ട് ഉണ്ടാകണമെന്ന നിബന്ധന പാലിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിരവധി ക്രൈറ്റീരിയകൾ നോക്കി ബെസ്റ്റ് വാല്യൂ ഫോർ മണി നോക്കുമ്പോൾ ഈ പറയുന്ന 25,000 റേഞ്ച് വന്ന പല ഫോണുകളും ഔട്ടായി. മികച്ച ഒരു 5 ഫോണുകളാണ് അങ്ങനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ 5ാമത്തെ ഫോൺ എന്ന് പറയുന്നത് Nothing 3A എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 6.77 ഇഞ്ചിന്റെ ഫ്ലെക്സിബിൾ AMOLED ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ ഉള്ള ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. IP64 റേറ്റിംഗ് ഉണ്ട്. സ്നാപ്ഡ്രാഗൺ 7S Gen 3 പ്രോസർ ഉണ്ട്. ഏകദേശം 1 മില്യൺ അടുത്തുള്ള ഒരു ANTUTU സ്കോർ ഈ ഒരു ഫോണുണ്ട്. 5000 mAh ബാറ്ററി ഉണ്ട്. 50 മെഗാ പിക്സലിന്റെ ഒരു പ്രൈമറി ക്യാമറ, അതുപോലെ 50 മെഗാ പിക്സലിന്റെ ടെലിസ്കോപ്പിക് സെൻസർ, 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 32 മെഗാ പിക്സലിന്റെ സെൽഫി സെൻസർ. ഇവിടെയും ഒരു ടെലിഫോട്ടോ സെൻസർ 50 മെഗാ പിക്സലിന്റെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ക്യാമറയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ ഈ പറയുന്ന Nothing 3A നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ 8GB RAM 128GB ആണ് ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് വേരിയന്റ്. നിലവിൽ ഇതിന്റെ വില 24,999 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ കണ്ടു. ഏകദേശം 52,671 പേർ ചേർന്ന് 4.5 റേറ്റിംഗ് കൊടുത്ത ഒരു സ്മാർട്ട് ഫോണാണ്. ഈ ഒരു ഫോണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു UK ബേസ്ഡ് ബ്രാൻഡാണ്, ചൈനീസ് അല്ല. അതുപോലെ ഇതിന്റെ സോഫ്റ്റ്വെയർ അടിപൊളിയാണ്. അതുപോലെ ക്യാമറ നല്ലതാണ്. ഇൻ ഹാൻഡ് ഫീൽ, ഒരു ഐഫോൺ ലൈക്ക് ഫീൽ കിട്ടും. ഡിസ്പ്ലേ കൊള്ളാം, എല്ലാം കൊണ്ടും കൊള്ളാം. പക്ഷേ ഇതിനൊരു കുറവുണ്ട്. ഈ പറഞ്ഞതുപോലെ ഈ ഒരു ഫോണിന്റെ ചാർജർ ബോക്സിനകത്ത് കൊടുക്കുന്നില്ല ഇവർ. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഏകദേശം 20,000 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങുമ്പോൾ പിന്നീട് ഒരു നല്ല ചാർജറിന് എങ്ങനെയാലും 1,500 രൂപ കൂടെ നമ്മുടെ കയ്യിൽ നിന്ന് ആകും എന്നുള്ളതാണ് അതിന്റെ ഒരു കുറവ്. പക്ഷേ നമ്മൾ ആൾറെഡി ഒരു ഫോൺ ഉപയോഗിക്കുന്ന ആളാണ്. തുളസി എന്ന് ഒരു കോമഡിയിൽ കേട്ടതാണ്, തുളസി ടൈപ്പ് സി ചാർജർ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ ചാർജർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഫോൺ ചാർജ് ചെയ്യാം. അപ്പോൾ ഈ പറയുന്ന 1,500 നമുക്ക് സേവ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അത്തരത്തിൽ Nothing 3Aയും നമുക്ക് ഈ പറഞ്ഞ 24,999 രൂപയ്ക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഈ 5 ഫോണിനകത്ത് ഇനി ഞാനാണ് 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഒരു ഫോൺ എൻ്റെ ആവശ്യമാണ് ഞാൻ വാങ്ങുന്നതെങ്കിൽ, ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ ആവശ്യങ്ങളാണ്. ചിലർ ഗെയിമിന് വേണ്ടി ഫോൺ വാങ്ങും, ചിലർ ഈ പറഞ്ഞ പോലെ ക്യാമറയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഫോൺ നോക്കും. അപ്പോൾ ഞാനാണെങ്കിൽ Nothing 3A എടുക്കും. കാരണം ഈ പറയുന്ന ഒരു ഓവറോൾ എക്സ്പീരിയൻസ് നോക്കുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ Nothing 3 ആണ്. ചാർജർ ഇല്ലെങ്കിലും ഞാൻ Nothing 3 ആയിട്ട് മുന്നോട്ട് പോകും. നിങ്ങളാണെങ്കിൽ ഈ പറയുന്ന 5 ഫോണുകളിൽ നിന്നും ഏത് സെലക്ട് ചെയ്യും? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം, ഒന്ന് അറിയാനാണ് പൊതുവെ ഉള്ള ആളുകളുടെ ഒരു ട്രെൻഡ്. അപ്പോൾ ഇതുപോലെ 15,000 രൂപയ്ക്കും അതുപോലെ 20,000 രൂപയ്ക്കും ഉള്ളിൽ വാങ്ങാവുന്ന മികച്ച ഫോണുകളുടെ 2 വീഡിയോകൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ ചോയ്സെങ്കിൽ നോക്കാം. അതല്ല ഇനി 30,000 പ്രൈസ് റേഞ്ചിലെ ഫോണാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അടുത്ത വീഡിയോ അതായിരിക്കും. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്ന പ്രതീക്ഷയോടെ സ്റ്റേ സേഫ്, ബൈ.